ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം 15ാം നാളിലും തുടർന്ന് ഇറാൻ. യുഎഇയുടെ ഇറാഖിലെ കോൺസുലേറ്റിന് നേരെ രണ്ടാം തവണയും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇന്നുണ്ടായ 42 ആക്രമണ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയതായി യുഎഇ അറിയിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഗൾഫിൽ യുഎഇയും സൗദി അറേബ്യയും അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും ഇന്ന് ഇറാനിൽ നിന്നും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഇറാഖിലെ യുഎഇയുടെ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണമാണ്. യുഎഇയിലെ കോൺസുലേറ്റ് കുർദിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കോൺസുലേറ്റിന് നേരെ രണ്ടാം തവണയാണ് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞിടെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റുവെന്നാണ് യുഎഇ തന്നെ അറിയിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഇക്കാര്യത്തിൽ യുഎഇ അറിയിക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ 2 തവണയൊക്കെ ആക്രമണം നടത്തുക, അതും വലിയ സൗഹൃദമുള്ള രാജ്യമാണ്, അയൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഈ ആക്രമണത്തെ യുഎഇ അപലപിക്കുന്നുണ്ട്. ഇന്ന് യുഎഇയെ സംബന്ധിച്ചിടത്തോളം 42 ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. അതിൽ 9 മിസൈൽ ആക്രമണ ശ്രമങ്ങളും അതോടൊപ്പം തന്നെ ബാക്കി 33 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും എല്ലാം യുഎഇ പരാജയപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. ഇന്ന് ആർക്കും പരിക്കേറ്റിട്ടില്ല. ഒരാക്രമണവും എവിടെയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഫുജൈറയിൽ നിന്നൊരു ഡ്രോണിന്റെ അവശിഷ്ടം വീണ് അല്പസമയം തീപിടുത്തമുണ്ടായി. അത് പിന്നീട് തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തു. ഏതായാലും രാജ്യത്ത് അല്ലെങ്കിൽ യുഎഇയിൽ മാത്രമല്ല, സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ വളരെ ശക്തമായി തന്നെ GCC രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നുമുണ്ട്.